എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അഫ്സൽ ടാർസ് എന്ന യൂട്യൂബ് ചാനലാണ്. ഞാനാണ് അഫ്സൽ. ഓക്കെ, നമ്മളിന്ന് എല്ലാവരും ഒരുപാട് പേര് യൂട്യൂബിലൂടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടും ഒരുപാട് ക്രിയേറ്റ് ചെയ്തിട്ടും നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 4000 വാച്ച് അവർ, 1000 സബ്സ്ക്രൈബർ, അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ എന്നാലും എത്ര നമുക്ക് സെറ്റിങ്സിനെ കുറിച്ച് പഠിച്ചാലും യൂട്യൂബിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഒന്നും സ്ഥിരമായിട്ടുള്ള അപ്ഡേറ്റ്, കറക്റ്റായിട്ടുള്ള സെറ്റിങ്സ് ആയിരിക്കില്ല യൂട്യൂബിലുള്ളത്. എപ്പോഴും നമുക്ക് ഒരാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ ഒരാഴ്ചയിൽ തന്നെ ഒരു 1-2 പ്രാവശ്യം യൂട്യൂബിൻ്റെ സെറ്റിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, ഈ തുടക്കക്കാർക്കായിട്ടുള്ള ബിഗിനേഴ്സിന് എല്ലാ പ്രാവശ്യവും കൺഫ്യൂഷനായിരിക്കും. ഈ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് സെറ്റിങ്സ് വരുന്ന സമയത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ വേറെ എന്തെങ്കിലും ചാനലിന് ബാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ വളരെ കൺഫ്യൂഷനായിരിക്കും എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് പേര് തന്നെ ഒരുപാട് യൂട്യൂബറിനോട് നമ്മൾ ചോദിക്കാറുണ്ട്, മെസ്സേജ് കമൻറ്റിലൂടെ ചോദിക്കാറുണ്ട്, ഈ സെറ്റിങ്സ് എങ്ങനെ ഓഫ് ചെയ്യാം, എങ്ങനെ ഓൺ ചെയ്യാം, നമുക്ക് ഈ ചാനൽ ഒന്ന് മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെ പല സംശയങ്ങളും എല്ലാവർക്കും ഒരുപാടുണ്ട്. പക്ഷേ ആ സംശയങ്ങൾക്കൊന്നും ഒരിക്കലും നമ്മൾ കറക്റ്റായിട്ടുള്ള മറുപടി എല്ലാ യൂട്യൂബേഴ്സും തരണമെന്നില്ല. കാരണം അവർക്ക് വരുന്ന കമൻ്റ് എന്ന് വെച്ചാൽ 3000, 4000, 5000 കമൻറ്റ്സൊക്കെയാണ് വരിക. അപ്പോൾ എല്ലാത്തിനും റീപ്ലൈ കൊടുക്കാൻ നിന്നാൽ അവർക്ക് ആ റീപ്ലൈ കൊടുക്കാൻ തന്നെ ടൈം ഉണ്ടാവുള്ളൂ. അപ്പോൾ സത്യത്തിൽ നമ്മൾക്ക് റയറായിട്ടുള്ള യൂട്യൂബേഴ്സ് മാത്രമേ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ള റീപ്ലൈസ് നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഇപ്പോൾ വന്നിങ്ങനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ എന്ത് കണ്ടൻറ്റ് ചെയ്താലാണ് ചാനലിന് ഒരുപാട് ഗ്രോ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ വീഡിയോസിന് വ്യൂസ് കൂടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബർ കൂടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേരുടെ അടുത്ത് പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടോ നമുക്ക് കാര്യമില്ല. നമ്മൾ എത്ര വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ആ വീഡിയോ കാണാനുള്ള വ്യൂവേഴ്സിൻ്റെ അടുത്താണ് നമ്മുടെ മെയിനായിട്ടുള്ള എല്ലാ ഇത് കിടക്കുന്നത്. അതായത് വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്താലും സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ചാനൽ മോണിറ്റൈസേഷൻ ആയിക്കഴിഞ്ഞാൽ പോലും നമ്മൾക്ക് വ്യൂവേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ചാനലിപ്പോൾ 2000 സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ 10,000 സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു കാര്യമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പോയാൽ മാത്രമേ അതൊരു വ്യൂവേഴ്സ് അവർ പ്ലേ ചെയ്യണം. അവർ ആ വീഡിയോസ് പ്ലേ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ചാനലിൽ വാച്ച് ടൈം കിട്ടുള്ളൂ. പക്ഷേ 28 ദിവസത്തിൻ്റെയാണ് നമുക്ക് യൂട്യൂബിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത്. 28 ദിവസമാണ്. ഓരോ 28 ദിവസം കഴിഞ്ഞ് 29ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ വാച്ച് അവറും എല്ലാം നമ്മൾക്ക് പുറകിൽ കട്ടായിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ ആ വീഡിയോസ് പ്രൈവറ്റ് ആക്കി വെച്ചു, അല്ലെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നിങ്ങളുടെ വാച്ച് അവർ അതിൽ നിന്ന് കട്ടാവുന്നതായിരിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലോഡ് ചെയ്ത വീഡിയോ കുറച്ച് വ്യൂവേഴ്സ് വന്നു, ഒരു 100 വ്യൂവേഴ്സ് വന്നു എന്ന് വിചാരിക്കുക. 100 വ്യൂവേഴ്സ് വന്ന വീഡിയോസ് നിങ്ങൾ ഒരു മാസത്തിന് ശേഷം നിങ്ങൾ ആ വീഡിയോസ് കുറച്ചും കൂടി ക്വാളിറ്റിയിലെടുക്കുക, അത് ചെയ്യാമെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ നിങ്ങൾ കയറി നോക്കിക്കഴിഞ്ഞാൽ ക്രോം ബ്രൗസറിൽ കയറുമ്പോൾ നിങ്ങൾക്ക് വാച്ച് ടൈം അനലിറ്റിക്സിൽ വേറെ ആയിരിക്കും. നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോയിൽ കയറി നോക്കുന്ന സമയത്ത് അതിൽ വാച്ച് അവർ വേറെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇതെന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ 28 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ ദിവസവും വർദ്ധിക്കും തോറും നിങ്ങൾക്ക് അതിൻ്റെ ഓരോ ദിവസത്തിലുള്ള വാച്ച് അവർ പുറകോട്ട് കട്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്കിത് ഭയങ്കര കൺഫ്യൂഷനാവും. അതേപോലെ തന്നെ നിങ്ങൾ ഏത് ടൈപ്പ് വീഡിയോസ് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു കണ്ടൻറ്റും. ഇപ്പോൾ കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്നത്, ഇപ്പോൾ പുതിയൊരു യൂട്യൂബേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയൊരു യൂട്യൂബേഴ്സിന് നമ്മൾക്ക് പുതിയ യൂട്യൂബർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് കുറച്ച് വ്യൂവേഴ്സ് ഉണ്ടാവുള്ളൂ, ചുരുങ്ങിയ വ്യൂവേഴ്സ്, 100, 200, 250 ഉള്ളിൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ സ്റ്റക്കാവും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ യൂസ് ചെയ്യുന്ന വീഡിയോസിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ യൂട്യൂബിൽ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടൻറ്റാണോ എന്നുകൂടി നിങ്ങൾ സെർച്ച് ചെയ്യുക. അത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഞാൻ വഴിയെ പറഞ്ഞു തരുന്നുണ്ട്, അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ഇത് കാരണം ഒരുപാട് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് ചാനൽ ഒരുപാട് ഗ്രോ ആയി, ഒരുപാട് വീഡിയോസിൽ നമുക്ക് പ്രൊമോഷൻ കിട്ടി, അങ്ങനെയുള്ളൊരു വീഡിയോസുമായിട്ട് ഉള്ളൊരിതല്ല ഇത്.
കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചാനലിലും എനിക്കും ഒരുപാട് ഡൗട്ട് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതിൽ നമ്മൾക്ക് എങ്ങനെ വ്യൂവേഴ്സിനെ കൂട്ടണം, ഇതിൽ സെറ്റിങ്സ് എന്ത് ചെയ്യണം, ഏത് എനേബിൾ ചെയ്താൽ നമ്മൾക്ക് വ്യൂവേഴ്സ് കൂട്ടാം, സെറ്റിങ്സ് എങ്ങനെ മാറ്റാം എന്നുള്ളതിൽ ഒരുപാട് സംശയങ്ങൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കും കൂടുതലാരും അങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് നമ്മൾ കമൻറ്റ് ചെയ്താൽ റീപ്ലൈ തരാറില്ല. കൂടുതൽ പേരും ഒരു ലൈക്ക് ബട്ടൺ, ഓൾ ലൈക്കിൻ്റെ ബട്ടൺ അടിച്ചു വിട്ടിട്ട് അവരെല്ലാവർക്കും നമുക്ക് റീപ്ലൈ തരുന്ന പോലെ വാച്ചിങ് ആ വീഡിയോ കണ്ടതിന് നന്ദി എന്നുള്ള രീതിയിൽ അവർ ഒരു ലൈക്ക് ബട്ടൺ അമർത്തിയിട്ട് അവർ പോകും. പക്ഷേ എന്നിട്ടും നമുക്ക് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് AVS എന്ന് പറയുന്നൊരു ചാനലുണ്ട്. AVS ടിപ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അദ്ദേഹമാണ് കുറച്ചെങ്കിലും നമ്മൾക്ക് റീപ്ലൈ ചെയ്തിട്ട് എന്തെങ്കിലും സെറ്റിങ്സിനെ കുറിച്ച് പറഞ്ഞു തരാനും കുറച്ച് നമ്മളെ സപ്പോർട്ട് ചെയ്ത പുള്ളിക്കാരനാണ്. അതേപോലെ തന്നെ എനിക്കറിഞ്ഞ അറിവ് നിങ്ങളിൽ പലവർക്കും സെറ്റിങ്സിനെ കുറിച്ച് അറിഞ്ഞതായിരിക്കാം, അറിയാത്തവരുണ്ടാകും. അപ്പോൾ അറിയാത്തവർക്ക് ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് അതിനുള്ള സെറ്റിങ്സ് ഞാൻ മൊബൈലിലാണ് ഇപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊബൈലിൽ ഞാൻ ക്രോം ബ്രൗസർ ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സെറ്റിങ്സ് എങ്ങനെയാണ് നിങ്ങൾ റീച്ച് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോസ് ഞാൻ നിങ്ങൾക്കിപ്പോൾ സ്ക്രീൻഷോട്ടിൽ കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. യൂട്യൂബിൻ്റെ നമ്മൾ ക്രോം ബ്രൗസറിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പം ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ YT സ്റ്റുഡിയോൻ്റെ സൈറ്റ് നമ്മൾ ക്രോം ബ്രൗസറിൽ studio.youtube.com എന്നൊരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ആ ഇൻ്റർഫേസ് അങ്ങനെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് മേലെ 3 ഡോട്ട് ബട്ടൺ കാണും. അതിൽ നമ്മൾ പ്രസ് ചെയ്യുക. ഡെസ്ക് ടോപ്പ് സൈറ്റ് കാണും, അതിൽ പ്രസ് ചെയ്യുക. അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ കുറച്ചൊന്ന് സൂം ചെയ്തിട്ട് നമുക്ക് അനലറ്റിക്സ് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സിൽ കാണാൻ പറ്റും നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേറ്റ് എന്താണെന്നുള്ളത്. പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഓവർവ്യൂ, റീച്ച്, എൻഗേജ്മെൻറ്റ്, ഓഡിയൻസ്, റീസെർച്ച് എന്ന് പറഞ്ഞൊരു സെറ്റിങ്സ് കാണാൻ പറ്റും. ആ റീസെർച്ച് സെറ്റിങ്സാണ് ഇപ്പോൾ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ സെറ്റിങ്സ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഈ ഇൻ്റർഫേസിൽ സെർച്ച് അക്രോസ് യൂട്യൂബ് എന്നൊരു സെറ്റിങ്സ് കാണും, യുവർ വ്യൂസ് സെർച്ച് എന്ന് കാണും, സേവ് എന്ന് കാണും. ഈ 3 ഓപ്ഷൻ കാണും. നമുക്കിതിൽ യൂട്യൂബിൽ ഇപ്പോൾ റീസെൻ്റായിട്ട് യൂട്യൂബിൽ നമുക്ക് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന മറ്റേ കീവേഡ് ടൂൾ ഉണ്ടല്ലോ. കീവേഡ് ടൂൾ മീൻസ് ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ ഏതാണ് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രേക്ഷകർ ഇപ്പോൾ നമുക്ക് ഏത് വീഡിയോ ചെയ്താൽ നമ്മുടെ വ്യൂവേഴ്സ് കൂടുതൽ വീഡിയോസുകൾ കാണും എന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുള്ളായിട്ട് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് വീഡിയോ ചെയ്യണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചുള്ള വീഡിയോ ചെയ്താൽ കുറച്ചും കൂടി വ്യൂവേഴ്സ് നമ്മുടെ ചാനലിലേക്ക് വരാൻ അത് നമുക്ക് തീർച്ചയായും നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എങ്ങനെയെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് യൂട്യൂബിൽ പൊതുവേ ഇപ്പോൾ എന്തിനെക്കുറിച്ചുള്ള വീഡിയോസാണ് കൂടുതൽ ടോപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് സെർച്ച് അക്രോസ് യൂട്യൂബ് എന്നുള്ളതിൽ സെർച്ച് ബാറിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഫുഡ് നടിക്കാം. ഫുഡ് നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഫുഡ് ഐറ്റംസ് നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അറിയാൻ പറ്റും ഫുഡ് ഐറ്റംസ് എത്രത്തോളം ഇതിൽ വോളിയം ഹൈ ആയി കിടക്കുന്നത്. അപ്പോൾ സെർച്ച് വോളിയത്തിൽ ഇതിൽ കാണുന്നുണ്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഫുഡിനെ കുറിച്ച് കാണിക്കുന്നതിൽ മനസ്സിലാവും നിങ്ങൾക്ക്. ഫുഡ് ചലഞ്ച്, ഫുഡ് സ്ട്രീറ്റ് ഫുഡ്, വില്ലേജ് ഫുഡ് ചാനൽ, ഇങ്ങനെയുള്ള ഫുഡ് ഷോർട്സ്, ഇങ്ങനെയുള്ള എല്ലാത്തിലും ഹൈ വോളിയത്തിലാണ് നമുക്ക് ഈ യൂട്യൂബിൻ്റെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. സെർച്ച് വോളിയം യൂട്യൂബ് എഴുതിയിട്ടുണ്ട്. അതിലെല്ലാത്തിലും ഹൈ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഹൈ അതായത് ഈ ഫുഡിനെ കുറിച്ചിട്ടാണെങ്കിൽ അത്രയും വ്യൂവേഴ്സ് കൂടുതലും യൂട്യൂബിൽ കാണുന്ന വീഡിയോസ് ഫുഡിനെ കുറിച്ചാണ്. അതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ റീസെർച്ച് എന്നുള്ള ഇതിൽ പുതിയ ഫീച്ചേഴ്സിൽ വന്നിട്ടുള്ളത് അതാണ്. അപ്പോൾ നമുക്ക് എന്തിനെ കുറിച്ചാണ് അപ്പോൾ കൂടുതൽ വീഡിയോ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഫുഡിനെ കുറിച്ച് ഇതല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ ഫുഡ് എന്നുള്ളത് മാറ്റിയിട്ട് നിങ്ങളിത് മാറ്റാം. ഇത് മാറ്റിയിട്ട് ട്രാവൽ നടിക്കാം. ട്രാവൽ നടിച്ച് നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ട്രാവൽ നടിച്ച് സെർച്ച് ചെയ്യുന്ന സമയത്ത് ട്രാവലിൽ കാണാൻ പറ്റും, കണ്ടില്ലേ? ഇതാ ഹൈ,
അപ്പോൾ ട്രാവൽ വീഡിയോസും നല്ലപോലെ യൂട്യൂബിൽ നല്ല സെർച്ച് വോളിയത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആ ട്രാവലിനെ കുറിച്ച് വീഡിയോ ചെയ്യണമെങ്കിൽ ട്രാവലിനെ കുറിച്ച് വീഡിയോ ചെയ്യാം. നിങ്ങൾ എന്ത് കണ്ടൻറ്റാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നമ്മൾക്ക് എത്രത്തോളം വ്യൂവേഴ്സ് കയറി വരുന്നുള്ളൂ നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ്. അതുകൊണ്ട് അത് മാത്രമല്ല, ഇതിൽ യുവർ വ്യൂവേഴ്സ് സെർച്ച് എന്ന് വേണം. അതായത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുതലും കാണുന്ന വീഡിയോസ്, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ്, നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സബ്സ്ക്രൈബേഴ്സ് ഏത് ചാനലിനെ കുറിച്ച്, അപ്പോൾ നിങ്ങൾ ഇടുന്ന വീഡിയോസിൻ്റെ കണ്ടൻറ്റ് വേറെ കണ്ടൻറ്റ് ആയിരിക്കും, പക്ഷേ അത് അവർ കാണുന്നുണ്ടാവും. പക്ഷേ അതിന് പുറമെ അവർ നിങ്ങളുടെ ചാനൽ മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും, അവർ വേറെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ കൂടുതലും സെർച്ച് ചെയ്ത് കാണുന്ന എന്ത് വീഡിയോസിനെ കുറിച്ചാണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും അങ്ങനെയുള്ള വീഡിയോസുകൾ നമുക്ക് ചെയ്യാൻ നമ്മൾക്കൊരു ഒരു ടിപ്പായിട്ട് നമുക്ക് കണക്കാക്കി നമുക്ക് അതിനെ കുറിച്ചുള്ള വീഡിയോസും ഇടയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യൂവേഴ്സ് കൂടും. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിലും പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടെങ്കിൽ പോലും അവർക്കും അതിനൊരു ചാനൽ വീഡിയോസ് കാണാനത് വരുന്ന സമയത്ത് നമ്മുടെ ചാനലാണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കാണിച്ചിരുന്നു, കണ്ടില്ലേ? ഇതിപ്പോൾ ഈ ചാനലിൽ എന്തൊക്കെയാണ്, ഇപ്പോൾ അതിൽ JCB, പോയം, കൗ, ക്യാറ്റ്, ഫിഷ്. ഇപ്പം നമ്മൾക്ക് കൂടുതലും നമ്മുടെ ചാനലിൽ എന്തിനെക്കുറിച്ചാണ് ഇപ്പോൾ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ഇതിൽ നമുക്ക് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഇപ്പോൾ അനിമൽസിൻ്റെ ആണെങ്കിൽ അനിമൽസ്, ഫിഷ്. അപ്പോൾ ഫിഷിങ്ങിനെ കുറിച്ച് ഞാൻ എഴുതിയിരുന്നു. ഇതിൽ ഫിഷ് ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള കുറേ വ്യൂവേഴ്സ് ഫിഷിനെ കുറിച്ചാണ് അവർ ചാനൽ അവർ സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഫിഷിങ്ങിനെ കുറിച്ചൊക്കെയാണ് കൂടുതൽ കാണാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിനെ സേവ് ചെയ്യുക. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഇതിൽ സേവ് ബ്ലാക്ക് കളർ ഡോട്ട് വരുന്നുണ്ട്. ആ ഡോട്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ഈ സേവ് എന്നുള്ളതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ സേവ് ചെയ്തത് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചതാണ് സ്ട്രീറ്റ് ഫുഡ്, ഫിഷ്, കണ്ടില്ലേ? അപ്പോൾ സേവ്ഡ് എന്നുള്ളതിൽ കാണാൻ പറ്റും. അപ്പോൾ നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്ക് വേറെ വീഡിയോസ് ചെയ്യാൻ നോക്കുന്ന സമയത്ത്, നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് എന്തിനെക്കുറിച്ചാണോ കൂടുതൽ സെർച്ച് വോളിയം യൂട്യൂബ് കൊടുക്കുന്നത് അല്ലെങ്കിൽ വ്യൂവേഴ്സ് കാണാൻ താല്പര്യപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ട് നമ്മളത് സേവ് ചെയ്ത് വെച്ചാൽ നമുക്കൊരു റിമൈൻഡർ ആവും. നമുക്കത് ഓർമ്മ വരും പെട്ടെന്ന്. നമുക്കത് എന്ത് ചെയ്യണം, ഇപ്പോൾ ഏത് വീഡിയോസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയൊരു റിസർച്ച് എന്നുള്ളൊരു യൂട്യൂബിലൊരു സെറ്റിങ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായിട്ടും നിങ്ങളത് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനൽ ഗ്രോ ചെയ്യാൻ നോക്കുക. എന്തായാലും 1 വർഷം 2 വർഷം ആയാലും നിങ്ങൾ ഒരിക്കലും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും നിങ്ങൾ ചാനലിൽ വീഡിയോ ഇടാതിരിക്കരുത്. നിങ്ങൾ വീഡിയോ ഇടാതിരിക്കരുത്. ഇങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോസിൽ ഞാൻ നിങ്ങൾക്ക് ഇനിയും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കുറച്ചും കൂടി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ചുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോസിൽ ഇതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പുതിയ അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഞാൻ നിങ്ങൾക്ക് റീപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.